ഏവർക്കും ലീഡ് IAS ജൂനിയർ വീക്ക്ലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നാളെ നിങ്ങൾ ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെല്ലാം കഴിവുകൾ ആവശ്യമാണ്? നിങ്ങളുടെ ബഹിരാകാശ പേടകം എങ്ങനെ പ്രവർത്തിപ്പിക്കണം, ഭ്രമണപഥത്തിൽ എങ്ങനെ ആരോഗ്യത്തോടെ ഇരിക്കണം എന്നെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ബഹിരാകാശ യാത്രികരിൽ ഈ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാൻ അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസി നാസ ആസ്ട്രോനോട്ട് കാൻഡിഡേറ്റ് പ്രോഗ്രാം നടത്തുകയാണ്. പുതിയ റിക്രൂട്ട്മെന്റുകളെ പരിശീലിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന 2 വർഷത്തെ കോഴ്സാണിത്. ബഹിരാകാശ മേഖലയുടെ വളർന്നുവരുന്ന പ്രാധാന്യമാണ് ഇവിടെ വ്യക്തമാകുന്നത്. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചു. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 112 പ്രകാരമുള്ള കേന്ദ്ര ബജറ്റ് വരും വർഷം രാജ്യം പ്രതീക്ഷിക്കുന്ന വരുമാനവും ആസൂത്രിത ചെലവുകളും സൂചിപ്പിക്കുന്ന രാജ്യത്തിന്റെ വാർഷിക സാമ്പത്തിക പ്രസ്താവനയാണ്. 53.5 ലക്ഷം കോടി രൂപയുടെ മൊത്തം പദ്ധതിയാണ് ഇത്തവണ അവതരിപ്പിച്ചത്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച തുടർച്ചയായ 9ാമത്തെ കേന്ദ്ര ബജറ്റ് എന്ന പ്രത്യേകത കൂടി ഇത്തവണത്തെ ബജറ്റിന് ഉണ്ട്. 134 ലൈവ് ആധാർ ഉടമകളുമായി ലോകത്തിലെ ഏറ്റവും വലിയ ബയോമെട്രിക് ഐഡന്റിറ്റി സിസ്റ്റമായി മാറി ഇന്ത്യയുടെ ആധാർ കാർഡ്. 2009 ജനുവരിയിൽ യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയിലെ താമസക്കാർക്കായി 12 അക്ക ബയോമെട്രിക് ഐഡന്റിറ്റി നമ്പർ രൂപകൽപ്പന ചെയ്യാൻ സ്ഥാപിതമായതോടെയാണ് ആധാർ പദ്ധതി ഔപചാരികമായി ആരംഭിക്കുന്നത്. ഇന്ന് രാജ്യത്തെ പൊതു സ്വകാര്യ മേഖലകളിലെ തന്ത്രപ്രധാനമായ സേവനങ്ങളുമായി ആധാർ സംയോജിപ്പിച്ചിരിക്കുകയാണ്. ഭാരത് ടാക്സി ഉദ്ഘാടനം ചെയ്ത കേന്ദ്രമന്ത്രി അമിത് ഷാ ഓല, ഊബർ, റാപ്പിഡോ എന്നിവയ്ക്ക് പകരം സർക്കാർ പിന്തുണയുള്ള ഭാരത് ടാക്സി സംവിധാനം ഡ്രൈവർമാർക്ക് മുഴുവൻ വരുമാനവും നിലനിർത്താൻ സഹായിക്കുന്നതും യാത്രക്കാർക്ക് താങ്ങാനാവുന്നതും സുതാര്യവുമായ ചാർജ് ഉറപ്പു നൽകുന്നതുമായ ഒരു സീറോ കമ്മീഷൻ ഡ്രൈവർ ഓൺഡ് മോഡലാണ്. രാജ്യവ്യാപകമായി അരങ്ങേറ്റം കുറിക്കുന്നതിന് മുൻപ് ഡൽഹി, NCRലും ഗുജറാത്തിലും 2 മാസത്തെ പൈലറ്റ് പ്രോഗ്രാം പരീക്ഷണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഭാരത് ടാക്സി. 2026 വർഷം ആകാശ നിരീക്ഷകർക്ക് ഏറ്റവും ആവേശകരമായ വർഷമാകാൻ പോകുന്നു. ഏറെ കാത്തിരുന്ന 2 സൂര്യഗ്രഹണങ്ങൾ അഥവാ സോളാർ എക്ലിപ്സ് ആണ് ഇതിന് കാരണം. ഭൂമിക്കും സൂര്യനുമിടയിൽ ചന്ദ്രൻ നീങ്ങുമ്പോൾ സൂര്യഗ്രഹണം സംഭവിക്കുന്നു. ഇത് സൂര്യപ്രകാശം പൂർണ്ണമായി ഭൂമിയിലേക്ക് എത്തുന്നത് തടയുന്നു. അപൂർവമായ ഒരു പ്രകൃതി ദൃശ്യമാണ് ഇത്. ഫെബ്രുവരി 17-നാണ് ശാസ്ത്രലോകം ഈ വർഷത്തെ ആദ്യ സൂര്യഗ്രഹണം പ്രതീക്ഷിക്കുന്നത്. ഇതോടെ ഈ ആഴ്ചയിലെ വീക്ക്ലി ന്യൂസ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.